നൃത്തങ്ങൾ പഠിച്ചിട്ടാണ് അവർ ഇന്നത്തെ ഭരതനാട്യത്തിന്റെ ആധുനിക ഭരതനാട്യത്തിന്റെ പല ശൈലികൾ കൊണ്ടുവന്നത് എന്ന് വായിച്ചറിയാൻ സാധിച്ചു. ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ വാരി കാണാൻ പോയി പറയും, അത് റഷ്യമാണ്. ഈ റഷ്യൻ ജിംനാസ്റ്റിക്സിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ന് ഞങ്ങള് അടുത്ത വർഷം ത്രൈലോക്യമോഹനം എന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്. ത്രൈലോക്യമോഹനം എന്ന് പറയുന്ന പ്രോഗ്രാം വിദേശത്തുള്ള ആ നാട്ടുകാരായ ഭരതനാട്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺഫറൻസാണ്. ഒരു 12 രാജ്യത്തിലുള്ളവരെ ഉണ്ടാക്കി. ആശ്ചര്യം തോന്നുന്നത് ചൈനയിലൊക്കെ 150 വർഷം പഴക്കമുള്ള ഭരതനാട്യ സ്കൂളുകൾ എന്നവർ അവകാശപ്പെടും. സത്യമാണെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നൃത്തത്തിന്റെ സൂക്ഷ്മവശങ്ങളെ കുറിച്ച് അറിയാത്ത എനിക്ക് ആധികാരികമായിട്ട് അത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ അറിയില്ല. പക്ഷെ അവരുടെ ചലനങ്ങൾ വളരെ ഗംഭീരമാണ്. ഞാൻ പറയുന്ന വസ്തുതകളൊക്കെ തന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ്. അഗത്യ ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അതിന്റെ അടിസ്ഥാനമാണ് ശരീരവാദ്യം ധർമ്മസാധനം. അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് വിഷകലയും അമൃതകലയും. ഈ വാക്ക് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. വിഷകല, അമൃതകല കേൾക്കുന്നുണ്ടോ? നർത്തകിയുടെ ശരീരത്തിൽ വിഷകല ഉള്ള സമയത്ത് നൃത്തം ചെയ്യരുത്. അമൃതകല നിറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ നൃത്തം ചെയ്യൂ. ഇതെങ്ങനെ തിരിച്ചറിയും? ഇതൊക്കെ നിങ്ങളുടെ ജിജ്ഞാസയിലൂടെ ചോദിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ ഏത് മൂക്കായിരിക്കണം തുറന്നിരിക്കുന്നത്? ഇത് കഴിയുമ്പോൾ പോയി കിടപ്പിലായി പോകുന്നതാണ് പലരുടെയും കാണുന്നത്. ചിലര് എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വെക്കും. ഗുരുക്കളെ അടുത്ത മാസം 7-ാം തീയതി പ്രോഗ്രാം ഉണ്ട്, 8-ാം തീയതിക്കോട്ട് ബെഡ് ബുക്ക് ചെയ്യുക. സ്ഥിരമുള്ളത് എല്ലാ മാസവും വിളിക്കും. എന്താ കാര്യം? പ്രോഗ്രാം കഴിഞ്ഞിട്ട് കിടപ്പിലായി. കാലമറിഞ്ഞ് കളമറിഞ്ഞ് കരുത്തറിഞ്ഞ് വേണം കാലം പ്രദർശിപ്പിക്കാൻ. 3 വാക്കാണ്: കാലം, കളം, കരുത്ത്. ഇതാണ് ആരോഗ്യം എന്ന് പറയുന്ന ഭാഗവും നൃത്തവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു ഭാഗം. നമ്മുടെ ശ്വാസം, ശരീരത്തിന്റെ വിഷകല, അമൃതകല. അടുത്ത